നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ പുതിയതായി 59 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. നിലവിൽ ചികിത്സയിലുള്ളവരിൽ 78 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി 5 പേർ മരിച്ചു. ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 5,46,985 ആയിരിക്കുന്നു. ഇതിൽ 5,36,028 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 8,704 ഉയർന്നു. രോഗബാധിതരിൽ 244 പേരുടെ ആരോഗ്യനില ഗുരുതരം. ഖത്തറിൽ 90 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് മുക്തി നിരക്കിൽ വർധനവുണ്ടായി. 166 പേർ കൂടി രോഗമുക്തി നേടി. ആകെ 2,34,425 പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 56 പേർ സ്വദേശികളും 34 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 605 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ 2,36,388 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒമാനിൽ 34 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 390 പേർ കൂടി രോഗമുക്തി നേടി. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 3,03,673 ആയിരിക്കുന്നു. ആകെ രോഗികളിൽ 2,96,917 പേരും രോഗമുക്തരായി. 97.8% രാജ്യത്ത് ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. ആകെ 4,905 പേർക്ക് ഒമാനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി. സൗദി വ്യോമഗതാഗത മേഖലയിലെ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നത് സംബന്ധിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മാനവ വിഭവശേഷി വികസന നിധി മേധാവികൾ ചർച്ച നടത്തി. വ്യോമ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിൽ 10,000 തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കാനാണ് സിവിൽ ഏവിയേഷൻ ലക്ഷ്യമിടുന്നത്. 28 സെക്ടറുകളിലായി 10,000-ഓളം തൊഴിലുകളാണ് സ്വദേശിവൽക്കരിക്കുക. യുഎയിലെ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായ അലൈൻ മൃഗശാലയിൽ 4,000 മൃഗങ്ങളുമായി സന്ദർശകരെ കാത്തിരിക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് 900 ഹെക്ടറിലധികം സ്ഥലത്ത് തനത് ആവാസ വ്യവസ്ഥ ഒരുക്കിയാണ് സംരക്ഷണം. ഇതിനു പുറമെ വന്യജീവികൾക്കും സസ്യജാലകങ്ങൾക്കും ജലജീവികൾക്കും പ്രത്യേക ഇടമുണ്ട്. സ്വതന്ത്രമായി അലഞ്ഞുതിരിയുന്ന വന്യജീവികളെ അടുത്തുനിന്ന് കാണാൻ സന്ദർശകർക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. 5 മുതൽ 11 വയസ്സ് വരെയുള്ളവർക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നു. ഈ പ്രായ വിഭാഗത്തിലുള്ളവർക്ക് വാക്സിൻ നൽകാനുള്ള അനുമതി ലഭിക്കുന്നതിന് തൊട്ടരികിലാണെന്ന് ഫൈസർ ബയോടെക് കമ്പനി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം തയ്യാറെടുപ്പ് ആരംഭിച്ചത്. 5 മുതൽ 11 വയസ്സ് വരെയുള്ള 2,268 കുട്ടികളിൽ ക്ലിനിക്കൽ പരിശോധന നടത്തിയപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ചതായി കണ്ടെത്തിയെന്നും പാർശ്വഫലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നേരത്തെ ഫൈസർ ബയോടെക് ടീം അറിയിച്ചിരുന്നു. നാട്ടിൽ നിന്ന് ഒമാനിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് ഉയർന്ന നിലയിൽ തുടരുന്നത് പ്രവാസികളെ വലയ്ക്കുന്നു. 4 മാസത്തോളം നീണ്ട യാത്രാ വിലക്കിനൊടുവിൽ എയർ ബബിൾ കരാർ പ്രകാരമുള്ള വിമാനങ്ങൾക്ക് സീറ്റ് അടിസ്ഥാനത്തിൽ സർവീസ് നടത്താൻ അനുവദിച്ചത് ആശ്വാസമായിട്ടാണ് പ്രവാസികൾ കണ്ടത്. സെപ്റ്റംബർ 1 മുതലാണ് യാത്രാ വിലക്ക് നീക്കി വിമാന സർവീസുകൾ പുനരാരംഭിച്ചത്. തുടക്കത്തിൽ 1,00,000-ന് മുകളിൽ വരെ ടിക്കറ്റ് നിരക്ക് നൽകേണ്ടി വന്നു. തിരക്ക് കുറയുന്ന മുറക്കും നിരക്ക് കുറയുമെന്ന് കരുതി യാത്ര നീട്ടിവെച്ചവർ നിരാശയിലാണ്. വിലക്ക് നീങ്ങി 1 മാസം പിന്നിടുമ്പോഴും നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു. യുഎഇ പൗരന്മാർക്ക് മാന്യമായ താമസ സ്ഥലം ഒരുക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഇമാറാത്തി ഭവന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 4,000 പേർക്ക് ഭൂമി നൽകുകയും വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്യും. ഇതിനായി 5.2 ശതകോടി ദിർഹം ചിലവഴിക്കാൻ യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അനുമതി നൽകി. യോഗ്യരായവർക്ക് 10 ലക്ഷം ദിർഹമിന്റെ പലിശരഹിത ഭവന വായ്പ നൽകാനും ഭവന പദ്ധതിക്കായി കൂടുതൽ ഭൂമി അനുവദിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. കണ്ണൂരിൽ നിന്ന് ബഹ്റൈനിലേക്ക് പുതിയ എയർ ഇന്ത്യ സർവീസ്. ഡ്രീം ലൈനർ വിമാനമാണ് സർവീസ് ആരംഭിക്കുന്നത്. നവംബർ 1 ആരംഭിക്കുന്ന വിന്റർ ഷെഡ്യൂളിലാണ് പുതിയ സർവീസ് ഉൾപ്പെടുത്തിയത്. ബംഗളൂരിൽ നിന്ന് കൊച്ചി വഴി ബഹ്റൈനിലേക്ക് ആഴ്ചയിൽ 2 പുതിയ സർവീസുകൾ എയർ ഇന്ത്യ കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു. ഇതിലൊന്നാണ് കൊച്ചിക്ക് പകരം കണ്ണൂർ വഴിയാക്കുന്നത്. 2 സർവീസുകളും കൊച്ചി വഴിയാകുമ്പോൾ വേണ്ടത്ര യാത്രക്കാർ ഇല്ലാത്തതാണ് കണ്ണൂർ വഴി സർവീസ് തുടങ്ങാനുള്ള പ്രധാന കാരണം. ഭിക്ഷാടനത്തിനെതിരായ നടപടി ശക്തമാക്കി സൗദി അറേബ്യ. പുതിയ യാചനാ വിരുദ്ധ നിയമത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവർക്ക് 1 വർഷം തടവും 1,00,000 റിയാൽ പിഴയും ചുമത്താൻ അനുവാദം നൽകുന്നതാണ് പുതുക്കിയ യാചനാ വിരുദ്ധ നിയമം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഭിക്ഷാടനം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ലക്ഷ്യമിട്ടാണ് നിയമം കർശനമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.